നമസ്തേ. ജീവിതത്തിൽ ഏത് ബന്ധത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഫ്രീക്വന്റ് ആയിട്ടുള്ള ബ്രേക്കപ്പുകൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പുകൾ പരാജയത്തിലേക്കാകുന്നു. ഇനി ഒരു വിവാഹ ജീവിതത്തിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിലോ ആ ജീവിതത്തിന് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല, സന്തോഷം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നില്ല, അത് പ്രൊഡക്റ്റീവ് ആകാനായിട്ട് സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള റൊമാൻറ്റിക് അല്ലെങ്കിൽ പ്രണയവുമായിട്ട് ബന്ധപ്പെട്ട അത്തരത്തിലുള്ള കാര്യങ്ങൾ, വിവാഹ ജീവിതം, ഇതൊന്നും പച്ച പിടിക്കുന്നില്ല, വളരെയധികം ബുദ്ധിമുട്ട് നേരിടുകയാണ്. അതുപോലെ തന്നെ പലതവണ മൂഡ് സ്വിങ്ങുകൾ ഉണ്ടാകുകയാണ്, ഇമോഷണൽ വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഉണ്ടാകുകയാണ്, വൈകാരികമായിട്ടുള്ള മരവിപ്പുകൾ ഉണ്ടാകുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഇങ്ങനെ തെറ്റായിട്ടുള്ള ബന്ധങ്ങൾ ആകർഷിക്കപ്പെട്ടു വരുന്നത്? അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ബന്ധത്തിനെ എന്തുകൊണ്ട് നമുക്ക് ആകർഷിക്കാനായിട്ട് സാധിക്കുന്നില്ല? ഇനി ശരിയായിട്ടുള്ള റൈറ്റ് പേഴ്സൺ അല്ലെങ്കിൽ റൈറ്റ് പാർട്ട്ണറിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് അത് നല്ല രീതിയിൽ ആസ്വദിച്ചുകൊണ്ട് പ്രൊഡക്റ്റീവായിട്ട് ആ ബന്ധം കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്തത്? ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒരു ന്യൂ ഏജ് സ്പിരിച്വൽ ഓർ യോഗിക് പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് നമ്മൾ മുൻപുള്ള പല വീഡിയോകളിലും ഡിസ്കസ് ചെയ്തിരുന്ന ചക്ര സിസ്റ്റത്തിന്റെ കൺസെപ്റ്റിനെ തന്നെ കൂട്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു മീനിങ് ഈ തിയറിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഒരുപാട് രഹസ്യങ്ങൾ വെളിവാകുകയും എങ്ങനെയാണ് പോസിറ്റീവായിട്ടുള്ള ബന്ധങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ ബന്ധങ്ങളെ ആസ്വാദ്യകരവും അല്ലെങ്കിൽ പ്രൊഡക്റ്റീവുമായിട്ട് മാറ്റാനായിട്ട് സാധിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു പാർട്ട്ണർഷിപ്പ് എന്നുള്ള രീതിയിലുള്ള ബന്ധത്തിലേക്ക് വരുന്ന സമയത്ത്, ഒരു റൊമാൻറ്റിക് അല്ലെങ്കിൽ ഒരു മാരേജ് എന്നുള്ള ബന്ധത്തിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്കിതിന് സാധ്യമാകുക? നമുക്ക് എങ്ങനെയാണ് നെക്സ്റ്റ് ജനറേഷനെ നമുക്ക് ഓഫ്സ്പ്രിങ്ങിനെ ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കൃത്യമായിട്ട് പോകാനായിട്ട് സാധിക്കുക, അതിലെ തടസ്സങ്ങളെ മറികടന്നുകൊണ്ട്? ഇവിടെ പല രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മെഡിക്കൽ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. അതിനൊക്കെ അപ്പുറത്തേക്കുള്ള സ്പിരിച്വൽ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആണെന്നുള്ള യാതൊരു അവകാശവാദങ്ങളുമില്ല. അതിനപ്പുറത്തേക്ക് നമ്മുടെ അനുഭവത്തിൽ വരുന്നത് എന്ത് എന്നുള്ളത് വിശകലനം ചെയ്ത് നോക്കുക. നമ്മുടെ ചുറ്റിനുമുള്ള ആളുകളെ ഈ ചക്ര സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ വിധിക്കാനല്ല, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഒരുപാട് പ്രാപഞ്ചിക രഹസ്യങ്ങൾ വെളിവാകുകയും അതുപോലെ തന്നെ നമ്മൾ കേവല മനുഷ്യത്വം എന്നതിന് അപ്പുറത്തേക്ക് ഒരു യൂണിവേഴ്സൽ സ്പിരിച്വൽ ബീയിങ് ആണെന്നുള്ള അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു എനർജി സിസ്റ്റം ആണ് നമ്മൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് മറ്റെല്ലാ ലിമിറ്റേഷനെയും ബ്രേക്ക് ചെയ്തിട്ട് അതിനപ്പുറത്ത് നിന്ന് ഒരു എലവേറ്റഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഒരു എക്സ്പാൻഡഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിൽ നമ്മൾ കാര്യങ്ങളെ ഗ്രഹിക്കാനും അതെങ്ങനെയാണ് എൻ്റെ ജീവിതത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ മാറ്റിയെടുക്കാനും സാധിക്കുക എന്നുള്ള ഒരു ചിന്ത തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു യാത്രയാണിത്. ഈ യാത്രയാണ് ലക്ഷ്യത്തിനേക്കാളും നമ്മൾ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നത്. അതാണ് ആത്മീയ യാത്ര എന്ന് പറയുന്നത്. സ്പിരിച്വൽ അവേക്കനിങ്ങിന്റെ പ്രോസസ്സിലൂടെ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്പിരിച്വൽ കോളുള്ള ആളുകളാണ് ഭൂരിഭാഗവും നമ്മുടെ ഈ വീഡിയോകളിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് മുൻപുള്ള വീഡിയോയിൽ ഞാൻ മൂലാധാര ചക്രത്തിനെ ഉണർത്തിക്കൊണ്ട് എങ്ങനെയാണ് വെൽത്ത് അല്ലെങ്കിൽ ധനത്തിനെ ആകർഷിച്ചെടുക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂലാധാര ചക്രം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വാധിഷ്ഠാന ചക്രമാണ് വരുന്നത്. അടിവയറിന്റെ ഭാഗത്തായിട്ട് ബിറ്റ്വീൻ കിഡ്നീസിൽ പ്ലേസ് ചെയ്യുന്നതായിട്ടുള്ള നമ്മുടെ ഹ്യൂമൻ എനർജി സെന്റർ ആണത്. നമ്മുടെ സോളിനെ അല്ലെങ്കിൽ നമ്മുടെ ഓറയെ അല്ലെങ്കിൽ നമ്മുടെ അസ്ട്രൽ ബോഡിയെ നമ്മുടെ ഈ ഭൗതിക ശരീരവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന കണക്റ്റിംഗ് പോർട്ടൽ അല്ലെങ്കിൽ ലിങ്ക് അല്ലെങ്കിൽ ഒരു പില്ലറാണ് അല്ലെങ്കിൽ ഒരു എനർജി സെന്റർ ആണ് ചുഴി പോലെയുള്ളതായിട്ടുള്ള നമ്മുടെ ഓരോ ചക്രങ്ങളും. അതിലൊന്നു തന്നെയാണ് അല്ലെങ്കിൽ രണ്ടാമത്തേതാണ് നമ്മുടെ ഈ പറയുന്ന ഓറഞ്ച് കളറിൽ ഗ്ലോ ചെയ്യുന്നതായിട്ടുള്ള നമ്മുടെ സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയുന്നത്. മൂലാധാര ചക്രത്തിന്റെ നിറം ചുവപ്പാണെന്നും അത് പരിപോഷിപ്പിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ലഭിക്കുന്നത് എന്നുള്ളതും മുൻപുള്ള വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ആ ചക്രത്തിൽ ബ്ലോക്കേജസ് ഉണ്ടാകുന്നതിന്റെ കാരണം, എങ്ങനെ നമുക്ക് ഈ ബ്ലോക്കേജിനെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ള ഒരുപാട് വശങ്ങൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കണക്കിലേക്ക് വരുന്ന സമയത്ത് ഓറഞ്ച് കളറിൽ മിന്നുന്നതായിട്ടുള്ള ഈ പറയുന്ന സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ സേക്രൽ ചക്രത്തിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്കതിനെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് നമുക്കതിനെ എനർജൈസ് ചെയ്യാനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് നമുക്കതിനെ ഓപ്പൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടും അതിന്റെ ബെനിഫിറ്റ്സ് എടുക്കാനായിട്ടും നമ്മുടെ ലൈഫിനെ ആസ് എ ഹ്യൂമൻ ബീയിങ് ഫുൾ പൊട്ടൻഷ്യലിലേക്ക് കൊണ്ടുപോകാനായിട്ടും സാധിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചക്രത്തിന് ബ്ലോക്കേജസ് ഉണ്ടാകുമ്പോഴുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് അറിയണം. ഈ ചക്രം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ലക്ഷണങ്ങൾ എന്താണെന്നുള്ളത് അറിയണം.
ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള കാര്യകാരണങ്ങളും പരിഹാരങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രം എന്താണെന്ന് പോലും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. റൂട്ട് ചക്രം ഇംബാലൻസ്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ അതിന് പ്രത്യേക രീതിയിലുള്ള എനർജി വേരിയേഷൻസ് കൃത്യമായിട്ടുള്ള ലെവലുകളിലല്ല അത് പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പുകൾ ഫ്രീക്വന്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആകാനുള്ള സാധ്യതയുണ്ട്. ചില ആളുകൾ പല ബന്ധങ്ങളിലേക്ക്, ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിനും മാനസിക പ്രശ്നങ്ങൾക്കും അപ്പുറത്തേക്ക് പല ബന്ധങ്ങളിലേക്ക് പോവുകയും അതൊക്കെ പരാജയപ്പെടുകയും എപ്പോഴും മറ്റുള്ളവരുമായിട്ടുള്ള ഇത്തരത്തിലുള്ള റൊമാൻറ്റിക് ബേസിലുള്ള അഫെയറുകളിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ഒരു പരിണിത ഫലം അല്ലെങ്കിൽ ഒരു എൻഡിങ്ങിലേക്കും വരികയാണ്, പരാജയപ്പെടുന്ന ഒരു പരിസമാപ്തിയിലേക്ക് വരികയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ സ്പിരിച്വൽ പെർസ്പെക്റ്റീവ് നോക്കുന്ന ആളാണെങ്കിൽ റൂട്ട് ചക്രത്തിലേക്ക് ഒന്ന് ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. ഈസ് ദാറ്റ് ഇംബാലൻസ്ഡ്, അത് എന്തെങ്കിലും രീതിയിൽ ബ്ലോക്കേജ് ആയിട്ട് കിടക്കുകയാണോ എന്നുള്ളത് നോക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ആദ്യ ലക്ഷണങ്ങളിൽ ചിലത് എന്ന് പറയുന്നത്. ഈ ഒരു ചക്രത്തിന് ബ്ലോക്കേജ് ഉണ്ടാകുന്ന സമയത്ത് ഫ്രീക്വന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പുകൾ, ബ്രേക്ക് ഡൗണുകൾ, നല്ല രീതിയിൽ ബന്ധം കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല, ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നില്ല, യഥാർത്ഥ ബന്ധം ആകർഷിക്കപ്പെടുന്നുമില്ല, എന്നാൽ റോങ് ആയിട്ടുള്ള ബന്ധങ്ങൾ നമ്മളിലേക്ക് വരികയും ചെയ്യുകയാണ്. നമ്മളാണെങ്കിൽ ഇതിന്റെ ഫലമായിട്ട് ടോക്സിക് റിലേഷൻഷിപ്പുകളിലേക്കൊക്കെ പോവുകയാണ്. ചിലപ്പോൾ നമ്മൾ തന്നെ ടോക്സിക് ആയിട്ട് പോവുകയാണ് ആ റിലേഷൻഷിപ്പിലേക്ക് എൻറ്റർ ചെയ്യുന്ന സമയത്ത്. അതുവരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു, ബട്ട് ആ വ്യക്തി റിലേഷൻഷിപ്പിലേക്ക് എൻറ്റർ ചെയ്ത സമയത്ത് എല്ലാ കാര്യങ്ങളും അവതാളത്തിലാകുകയാണ്. ടോക്സിക് ആയിട്ട് ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന കക്ഷി ആയി പോവുകയാണ്, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് എത്തിപ്പെടുകയാണ്. ഇതൊക്കെ കഠിനമായിട്ടുള്ള തലവേദന സൃഷ്ടിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായിട്ടുള്ള അവസ്ഥകളാണ്. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് തമാശ രീതിയിൽ, എല്ലാ ദിവസവും കൂലിപ്പണിക്ക് പോയി അധ്വാനിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായിട്ട് അധ്വാനിക്കുന്ന സമയത്ത് അയാൾക്ക് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഒന്നുമല്ല എന്നുള്ള രീതിയിൽ, കുടുംബത്തിന്റെ പ്രാരാബ്ധമുള്ള വ്യക്തിക്ക് അതൊന്നും ഒന്നുമല്ല എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ബട്ട് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലേക്ക് ഏത് രീതിയിലുള്ള ആൾക്കാരും എത്താനുള്ള സാധ്യതയുണ്ട്. വൺസ് അത് ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹാർഡായിട്ടുള്ള ഒരു പെയിൻ ആണ് അത് എന്നുള്ളതും ഇതിലേക്ക് കടന്നുപോയ ആൾക്കാർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പുകൾ ഉണ്ടാകാൻ റൂട്ട് ചക്രയുടെ വീക്ക്നെസ് കാരണമാകും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു റൂട്ട് ചക്ര ചിലപ്പോൾ അവതാളത്തിലാകാനും സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നല്ല രീതിയിൽ പ്രവർത്തിച്ച റൂട്ട് ചക്രയുള്ള ആൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ അട്രാക്റ്റഡ് ആയിട്ട് വരുന്നത് എന്നുള്ളത്. ബിക്കോസ് പല സമയത്തും നമ്മുടെ ജഡികമായിട്ടുള്ള ശരീരം നമ്മുടെ ആത്മീയമായിട്ടുള്ള ശരീരത്തിനെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന സമയത്താണ് നമ്മളിങ്ങനെ റോങ് ടേൺ എടുക്കാനായിട്ട് വരുന്നത് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ഇനി റിലേഷൻഷിപ്പിൽ മാത്രമല്ല നമ്മുടെ സ്വാധിഷ്ഠാന ചക്രത്തിന്റെ പ്രവർത്തനം ഉള്ളത്. അതിനേക്കാളും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ക്രിയേറ്റിവിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന സൈഡിലാണ്. റിലേഷൻഷിപ്പ് മോശമാകുന്ന സമയത്ത് സാധാരണഗതിയിൽ മനുഷ്യരുടെ പ്രൊഡക്ടിവിറ്റിക്ക് ഭയങ്കര കുറവുണ്ടാവും. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ കർമ്മം കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കാത്ത സമയത്ത് റിലേഷൻഷിപ്പ് ഫെയിലറുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇതിൽ നിന്ന് നമുക്കൊരു സ്പിരിച്വൽ ലോജിക്കൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബോത്ത് ആർ ഇന്റർ കണക്റ്റഡ് എന്നുള്ളതാണ്. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഓർ പ്രൊഡക്ടിവിറ്റി ആൻഡ് റിലേഷൻഷിപ്പ് കിടക്കുന്നത്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സമയത്ത് ജീവിതത്തിൽ സാധാരണ ആൾക്കാരെ പോലെ സാധാരണ രീതിയിലുള്ള വിധിക്കപ്പെട്ട പണിയെടുത്തുകൊണ്ട് ജീവിക്കുന്നു പോകുന്ന ആൾക്കാർക്കല്ല. ഒരു ലെവലിന് മുകളിലേക്ക് പോകുന്ന സമയത്ത് ജീവിതത്തിൽ ഉയർന്നു പോകണമെങ്കിൽ ക്രിയേറ്റിവിറ്റി അത്യന്താപേക്ഷിതമാണ്. ചിലർ ക്രിയേറ്റിവിറ്റി ആണ് ഇത് എന്ന് അറിഞ്ഞുകൊണ്ടും അത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ അല്ല എന്ന് അറിയാതെയും ഒക്കെ വിചാരിച്ചുകൊണ്ട് ക്രിയേറ്റിവിറ്റിയെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്ത് തന്നെയാണെങ്കിലും ജീവിതത്തിൽ കൃത്യമായിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ക്രിയേറ്റിവിറ്റി നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് ഡൂയിങ് റൈറ്റ് കർമ്മ, അല്ലെങ്കിൽ അയാൾ നല്ല രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി കൊണ്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. എവരിവെയർ വർക്കിംഗ് ദിസ് കുണ്ടലിനി പവർ എന്നുള്ളതാണ്. ഈ കുണ്ടലിനി ശക്തിയാണ് ഇത്തരത്തിലുള്ള ഓരോ ക്രിയേറ്റീവ് പ്രോസസ്സിന്റെ പിന്നിലും വർക്ക് ചെയ്യുന്നത്. പല ആളുകളും സെക്ഷൽ എനർജി എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒക്കെ കൺസെപ്റ്റിലേക്ക് പോയിട്ട് അങ്ങനെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ ബ്രഹ്മചാരികളെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ചില സയന്റിസ്റ്റുകൾ, ചില ആർട്ടിസ്റ്റുകളൊക്കെ ഈ സെക്ഷൽ എനർജീനെ ആബ്സ്റ്റിനന്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ചിട്ട് കൃത്യമായിട്ടുള്ള ക്രിയേറ്റീവ് ഫീൽഡിലേക്ക് ചാനൽ ചെയ്ത് വിടുന്നത് എന്നുള്ള ആ ഒരു രഹസ്യവും കൂടി ഇവിടെ ഞാൻ വെളിവാക്കുകയാണ്. സോ കുണ്ടലിനി ശക്തി അത് തന്നെയാണ് നമ്മളിൽ കൃത്യമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ശക്തി കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫംഗ്ഷനിങ് കുറവാണ്. ഇന്നലെ നമുക്ക് പ്രസിദ്ധ സാഹിത്യകാരനായിട്ടുള്ള ശ്രീ എം ടി വാസുദേവൻ നായർ, അദ്ദേഹം നമ്മുടെ ഇടയിൽ നിന്ന് ഈ ഒരു ഭൗതിക ജീവിതം ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഏതോ പഴയ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ഈശ്വര വിശ്വാസിയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മറുപടി നമ്മൾക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നു, ഞാനൊരു മിഡിൽ പാത്ത് ഫോളോ ചെയ്യുന്ന ആളാണ് എന്നുള്ള രീതിയിൽ അർത്ഥം വരുന്ന രീതിയിലാണ് അദ്ദേഹം ആൻസർ
ആൻസർ കൊടുക്കുന്നത്. ഞാൻ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ രീതിയിലുള്ള ആളല്ല. പക്ഷേ യുക്തിപരമായിട്ട് നോക്കുന്ന സമയത്ത് ഒരു മനുഷ്യന് വിശ്വാസം എന്ന് പറയുന്നത് ആശ്വാസം നൽകുകയാണെങ്കിൽ, അയാളുടെ ആകുലതകളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പിടിവള്ളിയായിട്ട് മാറുകയാണെങ്കിൽ അത് അങ്ങനെ പോകട്ടെ. ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ എക്സാക്ട് അല്ല പറയുന്നത്, അതിന്റെ സാരാംശമാണ് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് അദ്ദേഹം അങ്ങനെ പറയുമ്പോഴും ഞാൻ ചിന്തിച്ചു, ഇദ്ദേഹം എഴുതിയതായിട്ടുള്ള സാഹിത്യ സൃഷ്ടികളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം സംസാരിക്കുന്നതിനപ്പുറം കൂടുതലായിട്ട് അദ്ദേഹം എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ഗ്രാസ്പ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഭാഷയിൽ എഴുതിയ സമയത്ത് അത് അദ്ദേഹത്തിന് വളർച്ചയും പ്രശസ്തിയും നൽകുകയുണ്ടായി. ഒരുപാട് മഹാരഥന്മാരുടെ ഗോഡ് ഫാദർ ആയിട്ട് പോലും അദ്ദേഹം മാറുകയാണ്. അല്ലെങ്കിൽ അവരെയൊക്കെ ഇപ്പം മെഗാസ്റ്റാർ മമ്മൂട്ടിയെ പോലെയും ലാലറിനെ പോലെയൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ സിനിമയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥകളിലേക്ക് എത്താനായിട്ട് ഇദ്ദേഹം ഒരു കാരണക്കാരനായിട്ട് മാറുകയാണ്. വാട്ട് ഈസ് വർക്കിംഗ് ബിഹൈൻഡ് ദാറ്റ്, വാട്ട് ഈസ് ദ ഫോഴ്സ് വർക്കിംഗ് ബിഹൈൻഡ് ദാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പോലും അറിയാതെ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ ക്രിയേറ്റീവ് എനർജി അല്ലെങ്കിൽ ഈ കുണ്ടലിനി ശക്തി എഴുത്ത് എന്നുള്ള രൂപത്തിൽ ഇദ്ദേഹത്തിലൂടെ പ്രവർത്തിക്കുകയും അത് മഹാസൃഷ്ടികൾക്ക് കാരണമാവുകയും ചെയ്യുകയാണ് എന്നുള്ളത് നമ്മൾ സ്പിരിച്വൽ പെർസ്പെക്റ്റീവിൽ ഇവിടെ നമ്മൾ റിവീൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അൺട്രാവൽ ചെയ്യുകയാണ്, മനസ്സിലാക്കുകയാണ്. സോ വെൻ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ഗോസ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ എന്നുള്ള സമയത്ത് മനുഷ്യന് വെച്ചടി കയറ്റം ഉണ്ടാകുകയാണ്. ഏത് ഫീൽഡിലാണ് അവൻ അറിഞ്ഞു അറിയാതെയും ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുണ്ടലിനി ശക്തിയുടെ കൃത്യമായിട്ടുള്ള പ്രോപ്പർ ചാനലിംഗ് നടത്തുന്നുണ്ടെങ്കിൽ അവന് വളർച്ച ഉണ്ടാകുകയാണ്. ബട്ട് വെൻ സ്വാധിഷ്ഠാന ചക്രത്തിൽ ബ്ലോക്കേജ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സെൽഫ് എക്സ്പ്രഷൻ സാധ്യമാകുന്നില്ല, ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആശയ ദാരിദ്ര്യം ഫീൽ ചെയ്യുകയാണ്, നമുക്ക് ലാക്ക് ഓഫ് ഇൻസ്പിറേഷൻ ഫീൽ ചെയ്യുകയാണ്, നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാകുന്നില്ല. ക്രിയേറ്റിവിറ്റിയേക്കാളും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. കാരണം അതുണ്ടെങ്കിൽ തന്നെ അതൊരു സ്റ്റാർട്ടിംഗ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇൻസ്പിറേഷൻ ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാകുകയും നമ്മളൊരു പ്രൊഡക്ഷനിലേക്ക് പോവുകയും ക്രിയേറ്റീവ് ആയിട്ടുള്ള എക്സ്പ്രഷന്റെ കൃത്യമായിട്ടുള്ള അവതരണം അവിടെ നടക്കുകയും ചെയ്യുന്നത്. ആൻഡ് ക്രിയേറ്റിവിറ്റി ഈസ് വാട്ട് കമ്മിങ് വിത്തൗട്ട് എ പെർഫെക്റ്റ് സർക്കിളിംഗ് എന്ന് പറയാനായിട്ട് സാധിക്കും. കൃത്യമായിട്ടുള്ള ഒരു രേഖകളില്ലാതെ വരുന്നതായിട്ടുള്ള സംഗതിയാണ് ക്രിയേറ്റിവിറ്റി. ബിക്കോസ് ക്രിയേറ്റിവിറ്റി ഇൻവോൾവ്സ്, അതായത് അത് ശൂന്യതയിൽ നിന്ന് പുതിയൊന്നിനെ സൃഷ്ടിച്ചെടുക്കുകയാണ്, അല്ലെങ്കിൽ അൺകണക്റ്റഡ് ആയിട്ടുള്ളതിനെ കണക്ട് ചെയ്തുകൊണ്ട് പുതിയൊരു സൃഷ്ടി അവിടെ നടത്തുകയാണ്. അത് സയന്റിഫിക് ക്രിയേറ്റിവിറ്റി ആയാലും ആർട്ടിസ്റ്റിക് ക്രിയേറ്റിവിറ്റി ആയാലും മറ്റെന്ത് തരത്തിലുള്ള കാര്യങ്ങളായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ആണെങ്കിലും അത് നമുക്ക് അതിന്റെ പിന്നിൽ നമുക്ക് കാണാനായിട്ട് അല്ലെങ്കിൽ ദർശിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മുൻപുള്ള വീഡിയോകളിൽ ചില കമന്റുകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതായത് ഒരു ഗുരുവില്ലാതെ ഈ കുണ്ടലിനി അവേക്കനിങ് ഒന്നും ഒരിക്കലും നടത്തരുത്, ചിത്തഭ്രമത്തിലേക്ക് പോകും, വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും എന്നൊക്കെ ഉള്ളത്. അങ്ങനെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുണ്ടലിനി അവേക്കനിങ് അല്ല, മറ്റെന്തോ പരിപാടിയാണ് നടത്തുന്നത്. അങ്ങനെ ഒരു ഗുരുവില്ലാഞ്ഞിട്ടും നിങ്ങൾ തെറ്റായിട്ടുള്ള അവസ്ഥകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ ക്രിയേറ്ററിൽ നിന്നുള്ള എനർജി അല്ല വർക്കാകുന്നത്. ബിക്കോസ് ദൈവത്തിൽ നിന്ന്, ദൈവത്തിന്റെ സൃഷ്ടിയായിട്ടുള്ള മനുഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ പിതാവെന്നാണ് നമ്മൾ ദൈവത്തിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പുത്രന്മാരും അല്ലെങ്കിൽ പുത്രികളുമാണ്. അപ്പം പിതാവിൽ നിന്ന് ഉള്ള ഊർജം പുത്രനിലൂടെയോ പുത്രിയിലൂടെയോ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ ഒരു തേർഡ് പാർട്ടിയുടെ ആവശ്യമില്ല, ഒരു മിഡിൽമാന്റെ ആവശ്യമില്ല. ഇതൊക്കെ എഴുതി തള്ളേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ കാലഹരണപ്പെട്ട വിശ്വാസങ്ങളാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യത്തിൽ തന്നെ ശക്തമായിട്ട് ഉറച്ചു നിൽക്കുകയാണ്. ഒരു ഗുരുവിന്റെ ആവശ്യം ഇതിന്റെ ഇടയ്ക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് സ്വയം പോകാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഗുരു ഉണ്ടായിട്ടും ഉന്തി മരം കയറ്റേണ്ട ഒരു സംഗതി അല്ല ഇത്. ഇതിനെക്കുറിച്ചിട്ടുള്ള അറിവ് ഗുരു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആർജിച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരു ഗുരു കാര്യങ്ങൾ പറഞ്ഞു വെച്ചു പോകുന്നു, അത് ഗ്രാസ്പ് ചെയ്യാന്നുള്ളത് ശിഷ്യന്റെ കടമയാണ്. ഗുരു പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഇന്ന് ആക്സസിബിൾ ആണ് മറ്റു മാർഗങ്ങളിലൂടെ എന്നുണ്ടെങ്കിൽ, കാലത്തിനനുസരിച്ച് മാറുന്ന സമയത്ത് നമ്മുടെ ഇടയ്ക്ക് കയറ്റി അവരോധിച്ചതായിട്ടുള്ള ജീവിക്കാൻ വേണ്ടി പണം സമ്പാദിക്കാനായിട്ട് നമ്മുടെയും അല്ലെങ്കിൽ എന്റെയും നിന്റെയും ദൈവത്തിന്റെ ഇടയ്ക്ക് കയറ്റി അവരോധിച്ചതായിട്ടുള്ള പുരോഹിത വർഗം എന്ന് പറയുന്ന ഈ ഒരു സംഗതിയുടെ ആവശ്യം സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്കില്ല. ഇറ്റ് ഈസ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ അൾട്ടിമേറ്റ് ഫാദർ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് ചില ആളുകൾ ഭക്ഷണ രീതികൾ ഇതിനെ സ്വാധീനിക്കുമോ എന്നുള്ളത് ചോദിക്കുകയുണ്ടായി, അല്ലെങ്കിൽ പ്രത്യേക യോഗ രീതികളാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക എന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത്, ഭക്ഷണം എന്ന് പറയുന്നത് യുവർ ഫുഡ് ഈസ് യുവർ മെഡിസിൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഭക്ഷണമാണ് നിങ്ങളുടെ മെഡിസിൻ ആയിട്ട് വർത്തിക്കേണ്ടത്. യു ആർ വാട്ട് യു ഈറ്റ്. നീ എന്താണോ ഭക്ഷിക്കുന്നത് അതാണ് നീ ആയിട്ട് തീരുന്നത്. യോഗയുടെ ഇന്ന രീതിയിലുള്ള യോഗ മാത്രമോ അല്ലെങ്കിൽ ഭക്ഷണം ഇന്ന രീതിയിൽ കഴിക്കുന്നതിനെ സ്വാധീനിക്കുന്നില്ല എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. പല മെത്തേഡ്സ് ആണ്, ചിലർക്ക് പല രീതിയിലാണ് കുണ്ടലിനി അവൈക്കനിങ് അല്ലെങ്കിൽ ഈ എനർജിയെ അവർ തിരിച്ചറിയുന്നത് സാധ്യമാകുന്നത്. അവൈക്കൻ ചെയ്ത് എക്സ്റ്റസി ഉണ്ടായതിനു ശേഷവും നിങ്ങൾ
നിങ്ങൾ പ്രൊഡക്ടിവിറ്റി ഇല്ലാണ്ടായിരിക്കുന്നെങ്കിൽ നിങ്ങൾക്കുണ്ടായത് കുണ്ടലിനി അവേക്കനിങ് അല്ല എന്നുള്ളത് ഇവിടെ അടിവരയിട്ടിട്ട് ഞാൻ പറയുകയാണ്. ബോധമുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാകും എന്നുള്ളതാണ്. ബിക്കോസ് കുണ്ടലിനിനെ നിങ്ങൾ ഒരു തവണ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രാണികോർജത്തിനെ ഒരു തവണ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബിറ്റ്വീൻ യുവർ പാംസ് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ആത്മീയമായിട്ടുള്ള പ്രപഞ്ചത്തിന്റെ ഏതോ വിദൂരതയിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആദിയും അന്ത്യവുമായിട്ടുള്ള ആൽഫയും ഒമേഗയുമായിട്ടുള്ള ഈ ഒരു ഊർജ പ്രവാഹം നിങ്ങളിലൂടെ നടക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് എക്സ്റ്റസി. അത് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പ്ലസ് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി, നിങ്ങളുടെ ലൈഫിന്റെ മീനിങ്, നിങ്ങളുടെ ലൈഫിന്റെ പർപ്പസ്, നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള വലിയ കാര്യങ്ങളിലേക്കൊക്കെ നയിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത്. ഒരു ഗുരു നെറ്റിയിൽ സ്പർശിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു എക്സ്റ്റസി മാത്രമല്ല അത്. എക്സ്റ്റസി എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയോട് അന്ധമായിട്ടുള്ള ആരാധന ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ അയാളുടെ സാമീപ്യം നമ്മളിൽ എക്സ്റ്റസി ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചില പ്രസിദ്ധ വ്യക്തികളെയൊക്കെ കാണുന്ന സമയത്ത് ചിലർക്ക് കെട്ടിപ്പിടിക്കണം, ചിലർക്ക് കരയണം, ചിലർക്ക് അവരെ വേദനിപ്പിക്കണം. ഇങ്ങനെ പല രീതിയിലുള്ള ഭാവങ്ങളിലൂടെയാണ് മനുഷ്യന്റെ മനസ്സ് കടന്നു പോകുന്നത്. ബട്ട് കുണ്ടലിനി ശക്തി എന്ന് പറയുമ്പോൾ, ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ, ഈ പറയുന്ന ആത്മീയ ഊർജം എന്ന് പറയുന്ന സമയത്ത് ഇത് ഇത്തരത്തിലുള്ള മാഡ്നസ്സുകൾക്കൊന്നും വിധേയമല്ല എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ബിയോണ്ട് എവരിത്തിങ്. നോർമാലിറ്റിക്ക് ബിയോണ്ട് ആണ്. നിങ്ങളെ ഹൈ പൊട്ടൻഷ്യലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഫുള്ളി ഫങ്ഷനിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടിന് നിങ്ങളെ ക്യാപ്പബിൾ ആക്കുന്നതായിട്ടുള്ള ഊർജമാണ് ഈ പറയുന്ന പ്രാപഞ്ചിക ഊർജം എന്നുള്ളത്. സോ ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി, മൂഡ് സ്വിംഗ്, വൈകാരിക മരവിപ്പ്, അതുപോലെ തന്നെ ഇമോഷണൽ ഇന്റിമസി സാധ്യമാകുന്നില്ല. മറ്റൊരു വ്യക്തിയോട് വൈകാരികമായിട്ട് അടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ക്ലോസ് റിലേഷൻഷിപ്പുകൾ സാധ്യമാകുന്നില്ല. ഇതും ഈ പറയുന്ന സ്വാധിഷ്ഠാന ചക്രം വീക്ക്നെസ്സിലേക്ക് വരുമ്പോൾ ഒരു കാര്യമാണ്. എന്നാൽ ഇതിന്റെ രണ്ട് എക്സ്ട്രീംസ് എപ്പോഴും സ്വാധിഷ്ഠാന ചക്രം വീക്കാകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റാത്തതായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല പ്രശ്നം. ഇതിന്റെ നേരെ എക്സ്ട്രീം ആയിട്ട് ഓവർ ഡിപ്പെൻഡൻസി, ചില ബന്ധങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഓവറായിട്ട് ഡിപ്പെൻഡൻസി കാണിക്കുന്നതായിട്ടുള്ള അവസ്ഥ, ഓവറായിട്ടുള്ള അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് കാണിക്കുന്ന അവസ്ഥ, ഇതൊക്കെയും ഇതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പാരഡോക്സിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരു ബന്ധത്തിനോട് കൂടുതൽ അഡിക്റ്റീവ് ആകുന്നു, അല്ലെങ്കിൽ ഭക്ഷണത്തിനോട് അമിതമായിട്ടുള്ള ആസക്തി, അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിയന്ത്രണമില്ല, അത്തരത്തിലുള്ള കാര്യങ്ങളോട് അമിതമായിട്ടുള്ള അടിമത്തം അല്ലെങ്കിൽ ആസക്തി, എന്ത് തരത്തിലുള്ള വേൾഡ്ലി ഭൗതികമായിട്ടുള്ള പ്ലഷറുകളോടും അമിതമായിട്ടുള്ള അടിമത്തം, ആസക്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, ആസ്വാദനം എന്നുള്ളത് അതിര് കടക്കുന്ന സമയത്ത് അത് അടിമത്തമായിട്ട് മാറുകയാണ്. ഇതൊക്കെ സ്വാധിഷ്ഠാന ചക്രത്തിൽ ഇംബാലൻസ് അല്ലെങ്കിൽ വീക്ക്നെസ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ചിലത് മാത്രമാണ്. അതുപോലെ തന്നെ കുറ്റബോധം കൊണ്ട് കാര്യങ്ങൾ ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നില്ല, ബന്ധങ്ങൾ ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നില്ല, മറ്റു രീതിയിലുള്ള പ്ലഷറുകൾ ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ആസ്വാദനങ്ങൾക്കൊക്കെ തടസ്സം നിൽക്കുന്ന രീതിയിലും സ്വാധിഷ്ഠാന ചക്രത്തിന്റെ വീക്ക്നെസ് പ്രവർത്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഫിഡൻസ് കുറയുന്ന അവസ്ഥയും എല്ലാ കാര്യങ്ങളെ അമിതമായിട്ട് വിമർശിക്കുന്ന അവസ്ഥയും ഒക്കെ സ്വാധിഷ്ഠാന ചക്രത്തിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്തും മനുഷ്യരിൽ കാണപ്പെടാറുണ്ട്. ഒരു ആത്മീയ വീക്ഷണത്തിൽ നോക്കുന്ന സമയത്ത് പാഷൻ, ഡിസയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള വ്യക്തികളിൽ വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ സ്വാധിഷ്ഠാന ചക്രത്തിന് വീക്ക്നെസ് വരാനായിട്ട് ഇത്തരം മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് ഭൂതകാലത്തിൽ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള അബ്യൂസുകൾ ചിലപ്പോൾ കാരണമാകുമെന്നുള്ളതാണ് ചില ആത്മീയ ആചാര്യന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രത്യേക ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡിൽ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു, അതിനെ സപ്രസ് ചെയ്യേണ്ടതായിട്ടും അല്ലെങ്കിൽ സപ്രസ്ഡ് ആയിട്ടുള്ള ഡിസയേഴ്സും ഒക്കെ സ്വാധിഷ്ഠാന ചക്രത്തിന് ബ്ലോക്കേജസ് ഉണ്ടാക്കാനുള്ള മൂല കാരണമായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ചൈൽഡ്ഹുഡിലോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇംബാലൻസ് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ സ്വാധിഷ്ഠാന ചക്രയിൽ. അതുപോലെ തന്നെ സെൽഫ് കെയറിനെ ശ്രദ്ധിക്കാതെ ഓവറായിട്ട് വർക്ക് ചെയ്യുന്നത് സ്വാധിഷ്ഠാന ചക്രത്തിൽ ഇംബാലൻസസ് ഉണ്ടാക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടോക്സിക് റിലേഷൻഷിപ്പുകളും അൺവാണ്ടഡ് ആയിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള അവിഹിതമായിട്ടുള്ള അറ്റാച്ച്മെന്റുകളും ഒക്കെ സ്വാധിഷ്ഠാന ചക്രത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിനുള്ള പരിഹാരങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ റൂട്ട് ചക്രയിലേക്ക് വരുന്ന സമയത്ത് ലം എന്ന് പറയുന്ന മന്ത്രം, ആ ഒരു മന്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ധ്യാനമൊക്കെ ചക്രത്തിനെ ഹീൽ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് മുൻപുള്ള വീഡിയോകളിൽ. ഓരോ ചക്രവുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രങ്ങൾ എന്താണെന്നുള്ളത് മുൻപൊരു വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. സ്വാധിഷ്ഠാന ചക്രത്തിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് വം എന്നുള്ള ആ ഒരു മന്ത്രമാണ് നമുക്ക് സ്വാധിഷ്ഠാന ചക്രത്തിന് ഹീലിംഗും അല്ലെങ്കിൽ കൂടുതൽ എനർജി ഫ്ലോ നൽകുന്നതായിട്ടുള്ള ഒരു മന്ത്രം എന്ന് പറയുന്നത്. മന്ത്രം മാത്രമല്ല, ധ്യാനം നമ്മുടെ ചക്രത്തിനെ പവർഫുൾ ആക്കുന്നു. റൂട്ട് ചക്രത്തിൽ ചുവന്ന നിറമായിരുന്നെങ്കിൽ സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് വരുന്ന സമയത്ത് ഓറഞ്ച് നിറത്തിലുള്ള എനർജി അല്ലെങ്കിൽ ലൈറ്റ് ഗ്ലോ ചെയ്യുന്നതാണ് മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ആ ഊർജത്തിനെയാണ് നമ്മൾ സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് ആകർഷിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ആവാഹിച്ചെടുക്കുന്നത്.
അങ്ങനെ നമ്മുടെ ചക്രം പവർഫുൾ ആകുന്നതായിട്ടും ഹീല് ചെയ്യപ്പെടുന്നതായിട്ടും ആ ചക്രത്തിന്റെ അധികാര പരിധിയിൽ വരുന്നതായിട്ടുള്ള നമ്മുടെ ഓരോ മേഖലയിലുള്ള കാര്യങ്ങളും സുഖപ്പെടുത്തുന്നതായിട്ടും നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ആ ചക്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഫർമേഷൻസ് നമ്മുടെ ചക്രത്തിനെ കൂടുതൽ ഹീല് ചെയ്യാനും പവർഫുൾ ആക്കാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ചക്രവുമായിട്ട് അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ടുള്ള യോഗ അല്ലെങ്കിൽ യോഗിക് പോസ്റ്ററുകൾ നമ്മളെ ഈ ചക്രത്തിന്റെ ശക്തി കൂട്ടുന്നതിൽ സഹായിക്കുന്നുണ്ട്. പ്രാണായാമം. ഇനി ഭക്ഷണത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഓറഞ്ച് കളേർഡ് ആയിട്ടുള്ള മാംഗോ ഫ്രൂട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഓറഞ്ച് കളറാണ്. പപ്പായ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ഓറഞ്ച് കളറാണ്. ഓറഞ്ച് നമ്മൾ നോക്കുന്ന സമയത്ത് നല്ല ആ ഒരു നിറം തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൂട്ട് ചക്രയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ടുള്ള സെയിം ക്യാരറ്റ് എന്ന് പറയുന്ന ഈ ഒരു സംഗതി, ഇങ്ങനെ ഓറഞ്ച് കളേർഡ് ആയിട്ടുള്ള ഫുഡുകൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള നട്ട്സ് ലൈക്ക് ആൽമണ്ട്, വാൾനട്ട്, അതുപോലെ തന്നെ സൺഫ്ലവറുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള അതിന്റെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ അതിന്റെ ഓയിലൊക്കെ നമുക്ക് ഇതിന് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ എല്ലാ ചക്രങ്ങളുടെയും ആരോഗ്യം നോക്കേണ്ടതാണ്. സ്വാത്വികമായിട്ടുള്ള ഭക്ഷണമാണ് നമ്മളെ ചക്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യം നൽകുന്നത്. എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ കടന്നു പോകുന്നതാണ് ഏറ്റവും നല്ലത്. ശാരീരികമായിട്ടുള്ള മറ്റെന്തെങ്കിലും രോഗാവസ്ഥകളോ പ്രശ്നങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനെയോ കാണുന്നത് നമുക്ക് ഗുണകരമായിട്ട് വർത്തിക്കും എന്നുള്ളതാണ് സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നതിനേക്കാളും. ഐ ആം ക്രിയേറ്റീവ്, ഐ ഫീൽ എവറിത്തിങ്, ഐ ഫീൽ ഗുഡ്. എനിക്ക് എന്റെ വികാരങ്ങൾക്കുമേൽ നിയന്ത്രണമുണ്ട്. എനിക്ക് നല്ല രീതിയിൽ കാര്യങ്ങളെ ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നു. എനിക്ക് നല്ല രീതിയിലുള്ള ആത്മനിയന്ത്രണമുണ്ട്. ഇത്തരത്തിലുള്ള അഫർമേഷൻസ് ധ്യാനവേളയിലോ അല്ലെങ്കിൽ ഒരു സെൽഫ് ഹിപ്നോസിസിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഓട്ടോ സജഷനായിട്ട് കൊടുക്കുന്ന ഒക്കെ നമ്മുടെ സ്വാധിഷ്ഠാന ചക്രത്തിനെ പവർഫുൾ ആക്കാനായിട്ട് സഹായിക്കുന്ന സെൽഫ് അഫർമേഷൻസ് ആണ്. ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾക്ക് അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ്. ഞാൻ എന്റെ ക്രിയേറ്റീവ് എനർജിയുടെ സോഴ്സുമായിട്ട് വെൽ കണക്റ്റഡ് ആണ്. എനിക്ക് നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ സന്തോഷം പ്രസരിപ്പിക്കുകയും ഞാൻ എന്റെ വികാരങ്ങളെ ഇംപ്രൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഓപ്പൺ മൈൻഡോടുകൂടി ഞാൻ എന്റെ വികാരങ്ങളിലെ ബലഹീനതയെയും അതുപോലെ തന്നെ അതിന്റെ ശക്തി കൂടുതലുകൾ, ഇംബാലൻസസിനെ ഞാൻ അഡ്രസ് ചെയ്യുന്നു. എപ്പോഴാണോ നമ്മൾ നമ്മുടെ വീക്ക്നെസ്സുകളെ കുറിച്ച് അവെയർ ആകുന്നത് ആ സമയത്ത് നമ്മൾ വീക്ക്നെസ്സുകളെ മറികടക്കുകയാണ്. ഇത്തരത്തിലുള്ള അഫർമേഷൻസ് കൊടുത്തുകൊണ്ടും ഇത്തരത്തിലുള്ള ധ്യാനമുറകളിലൂടെയും യോഗയിലൂടെയും ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെയും കൃത്യമായിട്ടുള്ള ഉറക്കത്തിലൂടെയും ശാന്തമായിട്ടിരിക്കുന്ന അവസ്ഥയിലും അതുപോലെ തന്നെ ജലവുമായിട്ട് കണക്ട് ആയിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ, ജലത്തിന്റെ ശബ്ദം കേൾക്കുക, പുഴയൊഴുകുന്ന ശബ്ദം അല്ലെങ്കിൽ ചെറിയ അരുവി ഒഴുകുന്ന ശബ്ദം, അത്തരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നത്, മഴയുടെ സംഗീതം കേൾക്കുന്നത്, മഴയത്ത് നമ്മൾ വെക്കുന്നതായിട്ടുള്ള ചില സംഗീത ഉപകരണങ്ങളുണ്ട്, അതിൽ വെള്ളം വീഴുന്ന സമയത്തുള്ള മനോഹരമായിട്ടുള്ള ശബ്ദം, ഇതൊക്കെ കേൾക്കുന്നത്, ഈ വാട്ടർ ഡ്രോപ്സിന്റെ സംഗീതം കേൾക്കുന്നതൊക്കെ നമ്മുടെ സ്വാധിഷ്ഠാന ചക്രയെ ബാലൻസ്ഡ് ആക്കുകയാണ്. നമ്മുടെ ചുറ്റിനുള്ള പ്രകൃതിയെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ അംശത്തിനെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുകയാണ്. നമ്മുടെ എക്സിസ്റ്റൻസിനെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുകയാണ്. നമ്മുടെ മൈൻഡ്ഫുൾനെസ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുകയാണ്. അത്തരത്തിൽ നമ്മുടെ ബന്ധങ്ങൾ ശക്തമാക്കിക്കൊണ്ട് നല്ല രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റിയോടുകൂടി ശക്തമായിട്ട് ഓറഞ്ച് നിറത്തിലുള്ള നമ്മുടെ സ്വാധിഷ്ഠാന ചക്രത്തിന്റെ ഊർജത്തിനെ ആവാഹിച്ചുകൊണ്ട് ദീർഘമായിട്ടൊരു ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നമ്മുടെ സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് ഊർജത്തിനെ കുടിയിരുത്തിക്കൊണ്ട് നമ്മൾക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വം നമസ്തേ.